പ്രിയമുള്ളവരെ, ഇന്ന് വേൾഡ് മെൻ്റൽ ഹെൽത്ത് ഡേ ആണ്. ഈ ദിനത്തിൽ ഏതാനും കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ആരോഗ്യം എന്താണ് എന്നുള്ളതിനെ പറ്റി പലപ്പോഴും ധാരണയില്ലാത്ത അവസ്ഥയുണ്ട്. ശാരീരികമായ ആരോഗ്യത്തെയാണ് പലരും ആരോഗ്യമായി കാണുന്നത്. അതായത് രോഗമില്ല, അതുകൊണ്ട് ആരോഗ്യമുണ്ടെന്നാണ്. എന്നാൽ ലോകാരോഗ്യ സംഘടന പറയുന്നു, ഇറ്റ് ഈസ് നോട്ട് മിയർ ദ ആബ്സെൻസ് ഓഫ് ഡിസീസ്. കേവലം രോഗമില്ലാത്ത അവസ്ഥയല്ല ആരോഗ്യം, അത് നമ്മളുടെ സാമൂഹ്യവും മാനസികവും വൈകാരികവും അതുപോലെ ശാരീരികവും ഒപ്പം സ്പിരിച്വലുമായിട്ടുള്ള ഹെൽത്തിൻ്റെ ഒരു സമന്വിത രൂപമാണ്. ഇതെല്ലാം ബാലൻസ്ഡായി പോകുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരാൾ ആരോഗ്യവാനാകുന്നത്. വൈകാരികമായ ആരോഗ്യം തന്നെ എടുക്കുക, ഇമോഷണൽ ഹെൽത്ത്. പെട്ടെന്നുള്ള ദേഷ്യത്തിൽ പല കാര്യങ്ങളും ചെയ്യുന്നവരില്ലേ? ജയിലിൽ കിടക്കുന്നതിൽ 90% പേരും പെട്ടെന്നുള്ള ദേഷ്യത്തിൽ കൊലപാതകങ്ങൾ ചെയ്തവരോ എന്തെങ്കിലും അക്രമം കാണിച്ചവരോ ആയിരിക്കും. വൈകാരികമായ നിയന്ത്രണമില്ലാത്ത അവസ്ഥയെ നമ്മൾ ഇമോഷണൽ ഹെൽത്ത് ഇല്ല എന്ന് പറയാം. അമിതമായ കോപം വരിക, സങ്കടം വരിക, ഇതൊക്കെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പഠിക്കുന്നൊരവസ്ഥ വരണം. മറ്റൊന്ന് സാമൂഹ്യ ആരോഗ്യമാണ്, സോഷ്യൽ ഹെൽത്ത്. മറ്റുള്ളവരുമായിട്ട് എങ്ങനെ ഇടപഴകണം, ഒരു സാമൂഹ്യ സാഹചര്യത്തിൽ എങ്ങനെ പെരുമാറണം, ആളുകളുമായിട്ടുള്ള ഹെൽത്ത് റിലേഷൻഷിപ്പ് എങ്ങനെ ഉണ്ടാകണം, പലരും സംസാരിക്കാത്തവർ തന്നെയില്ലേ? അപ്പോൾ അതൊക്കെ സാമൂഹ്യ ആരോഗ്യമില്ലാത്തതിൻ്റെ അവസ്ഥയാണ്. അപ്പോൾ അതുകൂടി വേണം ആരോഗ്യത്തിൻ്റെ ഭാഗമായി. പിന്നെ ആത്മീയമായ ആരോഗ്യമെന്ന് പറഞ്ഞാൽ അത് ഈശ്വരവിശ്വാസികൾക്ക് ആ വഴിയിലാവാം. അതല്ലെങ്കിൽ നമ്മളുടെ ഇന്നർ കോൺഷ്യസ്നെസ്, നമ്മുടെ ആന്തരികമായ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ജ്ഞാനം, നമ്മുടെ മനസ്സിൻ്റെ ശാന്തതയ്ക്ക് വേണ്ടിയുള്ള ഒരു ശ്രമം, അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ ആത്മീയ തലത്തിൽ പഠിക്കുന്ന അവസ്ഥ, അത് ചിലരിലെങ്കിലുമുണ്ട്. ഇതിനപ്പുറമാണ്, അല്ലെങ്കിൽ ഇതിലുപരിയാണ് മാനസികാരോഗ്യമെന്ന് പറയുന്നത്. മാനസികാരോഗ്യമെന്ന് പറയുന്നത് പലപ്പോഴും പല സാഹചര്യങ്ങൾ കൊണ്ടും തകർന്നു പോകാറുണ്ട്. ഉദാഹരണം, നമ്മൾ ഈ കുട്ടികളെയൊക്കെ ഓരോ കോഴ്സിനെ സെലക്ട് ചെയ്ത് വിടുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. അവർക്ക് ഇഷ്ടമില്ലാത്ത കോഴ്സുകൾക്ക് സെലക്ട് ചെയ്ത് നിർബന്ധിച്ച് വിടുക. ഇപ്പോൾ ഡോക്ടറാകാൻ താല്പര്യമില്ലാത്ത ആളെ ഡോക്ടറാക്കാൻ ശ്രമിക്കുന്നവരുണ്ട്, എൻജിനീയർ ആക്കാൻ ശ്രമിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ പല മേഖലകളിലും പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ ഇഷ്ടം കൊണ്ടല്ല, അവരെ നിർബന്ധിച്ച് വിടുന്നതാണ് പലരും. അതിന് എത്രയോ രക്തസാക്ഷികളുണ്ട്. ഇപ്പോൾ നീറ്റ് പരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങിച്ചിട്ട് ആത്മഹത്യ ചെയ്തവരില്ലേ, എനിക്ക് ഡോക്ടറാകണ്ട എന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ ഇനി ഒരു പരീക്ഷയിൽ പരാജയം വന്നു എന്ന് പറഞ്ഞാൽ അവൻ്റെ കഴിവില്ലായ്മയാണെന്ന് നമുക്ക് പറയാനും പറ്റില്ല. ഒരു പരീക്ഷയിൽ വലിയ മാർക്ക് മേടിച്ചത് കൊണ്ട് അവൻ എന്നേക്കുമായി നല്ലവനാണെന്ന് അങ്ങനെയും ധരിക്കണ്ട. ഇപ്പം നീറ്റിനൊക്കെ ഫസ്റ്റ് റാങ്ക് വാങ്ങിച്ചവർ MBBS പരീക്ഷയുടെ ചില പരീക്ഷകൾക്ക് പരാജയപ്പെട്ട കേസുകളുണ്ട്. അതുപോലെ തന്നെയാണ് ജീവിതത്തിൽ പല ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവരുടെ അവസ്ഥ. എന്നാൽ മുതിർന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ വ്യാപൃതരായിട്ടുള്ള ജോലിക്ക് കേരളത്തിൻ്റെയൊക്കെ സവിശേഷമായ സാഹചര്യത്തിൽ നമുക്ക് ആഗ്രഹിക്കുന്ന ജോലി പലപ്പോഴും കിട്ടാറില്ല. പക്ഷെ കിട്ടിയ ജോലിയെ ഇഷ്ടത്തോടുകൂടി ചെയ്യുവാൻ പഠിക്കുന്ന ഒരവസ്ഥയുണ്ടല്ലോ, അതാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത്. പല ഓഫീസുകളിലും ഇരിക്കുന്നവർ വെറുത്തുകൊണ്ടാണ് ആ ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ ഫയലുകൾ നീങ്ങില്ല, ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കപ്പെടില്ല. അതിൽ വളരെ താല്പര്യത്തോടുകൂടി ജോലി ചെയ്യുന്നവർക്ക് അതൊരു തടസ്സമായി മാറും, പിന്നീട് മറ്റ് പല പ്രശ്നങ്ങളുമായി പോയി. ഇത്തരക്കാരെ ചോദ്യം ചെയ്താൽ അവർ വേണമെങ്കിൽ പല പല ചീട്ടുകളും ഇറക്കും. അവർ മാനസിക പീഡനം, ജാതി പീഡനം എന്നോ എന്തെങ്കിലുമൊക്കെ പറയും. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു ജോലിക്ക് നമ്മൾ പോയാൽ കേരളത്തിൻ്റെ സവിശേഷമായ സാഹചര്യത്തിൽ ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന ജോലി കിട്ടണമെന്ന് നിർബന്ധമില്ലാത്തത് കൊണ്ട് തന്നെ ആ കിട്ടിയ ജോലിയെ ഇഷ്ടത്തോടുകൂടി ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് അതിന് വിജയം കൈവരിക്കുന്നത്. ഇങ്ങനെ പല പല മാനസിക പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിലും അത് സ്വയം തിരുത്തുവാനും സ്വയം ചില എക്സർസൈസിലൂടെ, മാനസികമായ മെൻ്റൽ എക്സർസൈസിലൂടെ മാറ്റിയെടുക്കാനും നമുക്ക് സാധിക്കുന്നതാണ്. അതിനൊന്നും പറ്റാതെ വരുമ്പോഴാണ് കൗൺസിലേഴ്സ് അതുപോലെ ഹിപ്നോതെറാപ്പിസ്റ്റുകളെയൊക്കെ സമീപിക്കേണ്ടത്. അപ്പോൾ ഈ ലോക മാനസികാരോഗ്യ ദിനത്തിൽ എല്ലാവരും മനസ്സുഖത്തോടുകൂടി അവരവർ ചെയ്യുന്ന കർമ്മമേഖല വൃത്തിയായി ചെയ്യുവാനും മനസ്സമാധാനത്തോടെ ചെയ്യുവാനും വരും തലമുറയെ അവരുടെ ഇഷ്ടങ്ങൾ കൂടി മനസ്സിലാക്കി, അവരുടെ അഭിരുചികൾ കൂടി മനസ്സിലാക്കിക്കൊണ്ട് ഓരോ കാര്യങ്ങളിലേക്ക് വിടുവാനും ശ്രമിക്കുക. ഇനി ഇവർക്കൊക്കെ അഭിരുചി ഉണ്ടാകുന്നത് എങ്ങനെയാണ്? അവരെ ആ ജീവിതവുമായി ബന്ധപ്പെടുത്തണം. ഇനിയിപ്പോൾ ഒരു ഡോക്ടറാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലുമൊക്കെ അസുഖം വരുമ്പോൾ, ഹോസ്പിറ്റലൈസ് ചെയ്യുമ്പോൾ ഈ കുട്ടികളെയും കൊണ്ട് ഇടയ്ക്കൊക്കെ ഒന്ന് നിർത്തണം. അവർക്ക് അവിടുത്തെ അന്തരീക്ഷമൊക്കെ കണ്ട് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അതിനോടുള്ള പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാകും, അല്ലെങ്കിൽ അതിനോടുള്ള അവർഷൻ ഉണ്ടാകും. ഏതെങ്കിലും ആട്ടെ, ആ വിധത്തിൽ പല സാഹചര്യങ്ങളും എക്സ്പീരിയൻസിലൂടെ എക്സ്പോസ് ചെയ്തുകൊണ്ടാണ്
അവർക്ക് ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കേണ്ടത്. അതിനാണ് ഈ സ്റ്റഡി ടൂറും അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് പ്ലേസ് വിസിറ്റ് ചെയ്യാനുള്ള പദ്ധതികളൊക്കെ സ്കൂളിലും ഒക്കെ വെച്ചിരിക്കുന്നത്. അതെന്തിനാണെന്ന് പോലും അറിയാൻ പാടില്ലാതെയാണ് പലപ്പോഴും പോകുന്നതെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ കുട്ടികൾക്ക് ചില അനുഭവങ്ങളും വായനാനുഭവങ്ങളും ഇതുമായി ബന്ധപ്പെട്ട വായനയും ഒക്കെ അവർക്ക് കൊടുക്കാനിടയാകണം. അങ്ങനെയാണ് മനോഭാവം ഉണ്ടാകേണ്ടത്, അല്ലാതെ അവർ നിർബന്ധിച്ചു വിടുകയല്ല വേണ്ടത്. ഇപ്പോൾ ലോകാരോഗ്യ സംഘടന മെൻ്റൽ ഹെൽത്ത് ഡേ ആയി ആചരിക്കുന്ന ഈ ദിവസം എല്ലാവർക്കും മാനസിക സൗഖ്യം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സസ്നേഹം, ഡോക്ടർ സുനിൽകുമാർ. താങ്ക് യു വെരി മച്ച്.